നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഭയിലെ ഇദി അമീൻമാർ, സീറോ മലബാർ സഭയിലെ ഇദി അമീൻമാർ ആരൊക്കെയാണ്? ഇദി അമീൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉഗാണ്ടയിലെ സ്വേച്ഛാധിപതിയായിരുന്ന മനുഷ്യനായിരുന്നു, ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം മനുഷ്യനെ വരെ കൊന്നു തിന്നുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യ മാംസം കഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യനെ കൊന്നു തിന്നുക, അത്രയും ക്രൂര മനോഭാവമുള്ള, മനുഷ്യന്റെ ഇറച്ചി അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കുന്ന, മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദി അമീൻ. അതേപോലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ ആത്മാവിനെ കൊന്നു തിന്നുന്ന ഇദി അമീൻമാർ, ഇത് ആധുനിക അഭിനവ ഇദി അമീൻമാരാണ്. ഇവിടെ മനുഷ്യ ശരീരം ഭക്ഷിക്കുന്നില്ലെങ്കിലും അവരുടെ ആത്മാക്കളെ നശിപ്പിക്കുക വഴി ഇവരും അഭിനവ ഇദി അമീൻമാരായി മാറിയിരിക്കുക. അങ്ങനെ ആരൊക്കെയാണെന്ന് പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇന്ന് സീറോ മലബാർ സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും അറിയാം സഭയുടെ ഇദി അമീൻമാർ ആരാണ്, തലപ്പത്തിരിക്കുന്ന ഇദി അമീൻമാർ ആരാണ് എന്നൊക്കെയുള്ളത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഒരു വിശ്വാസി ഇതേ മനോഭാവമുള്ള മറ്റൊരു ലോക തൊഴിലാളിയായ ഇദി അമീന്റെ മനോഭാവമുള്ള ഒരു വൈദിക ലോക തൊഴിലാളിയോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് നിങ്ങൾക്ക് മുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ആ വിശ്വാസി തൻ്റെ വിശ്വാസപരമായ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ ലോക തൊഴിലാളി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. പ്രിയ വിശ്വാസി സഹോദരങ്ങളെ, ഞാൻ മാർട്ടിൻ തേവർപാടം. കഴിഞ്ഞ 8-ാം തീയതി ഞായറാഴ്ച പെരുമ്പാവൂർ സെൻറ് മേരീസ് പള്ളിയിൽ 3 മണിക്ക് സണ്ണി കളപ്പുരയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന 20 മിനിറ്റുള്ള സമവായ കുർബാന, അത് എല്ലാ ഞായറാഴ്ചയും 3 മണിക്ക് അദ്ദേഹം 20 മിനിറ്റ് കൊണ്ട് തീർക്കുന്നു. പല പ്രാർത്ഥനകളും ഒഴിവാക്കുന്നു. അപ്പം അദ്ദേഹം ഒഴിവാക്കുന്ന പ്രാർത്ഥനകളെ പറ്റിയല്ല ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ മുകളിലെ വീഡിയോയിൽ കാണുന്നത് ആ 8-ാം തീയതി കുർബാനയ്ക്ക് ശേഷം പള്ളിമേടയിലേക്ക് അച്ഛൻ വന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പള്ളിയിലെ കപ്പ്യാർ തമ്പിച്ചേട്ടൻ ചെല്ലേണ്ട ഒരു പ്രാർത്ഥന, അത് തമ്പിച്ചേട്ടനോട് എന്തുകൊണ്ട് ചെല്ലുന്നില്ല? എല്ലാ രൂപതകളിലും ചെല്ലുന്ന പുതിയ പുസ്തകത്തിലെ തക്സ അനുസരിച്ചുള്ള പ്രാർത്ഥന ശുശ്രൂഷ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ചെല്ലാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് അച്ഛൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഞാൻ കുർബാനയ്ക്ക് ശേഷം പള്ളിമേടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ പ്രതികരണമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വിശ്വാസിയുടെ അവകാശം അത് ചോദിച്ചപ്പോൾ അത് തരുവാൻ കടപ്പെട്ട അച്ഛനോ ശരിയായ രീതിയിൽ പള്ളിയിൽ കുർബാന ചൊല്ലുന്നില്ല, അത് അവഹേളിച്ച് ചെല്ലുന്നു. അപ്പോൾ അവിടെ ശുശ്രൂഷയായിട്ടുള്ള കപ്പ്യാർ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് ചെല്ലാത്തത് എന്തെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നത് ചെല്ലുകേല എന്നാണ്. അത് മാത്രമല്ല, ഒരു ഇടവക്കാരനായ എന്നോട് അദ്ദേഹം തട്ടിക്കയറുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനെപ്പറ്റി ഞാൻ അദ്ദേഹത്തോട് വക്കീൽ മുഖേന നോട്ടീസ് വഴി ചോദിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് വേണ്ട സമയം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു പ്രതികരണം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത് പരസ്യം ചെയ്യേണ്ടി വന്നത്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ വിരോധമില്ല. പക്ഷേ ഈ എറണാകുളം അങ്കമാലി രൂപതയിലെ ഈ രീതിയിലുള്ള വിശ്വാസികളുടെ തലയിൽ കയറി ചെവി കടിച്ചു തിന്നുന്ന ഈ ലോക തൊഴിലാളികളുടെ അക്രമങ്ങൾ ഒന്ന് പരസ്യമാക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. ഇത് എനിക്ക് വ്യക്തിപരമായിട്ടല്ല, ഇത് സഭയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തു എന്ന് മാത്രം. നമ്മൾ കേട്ടു, ഒരു വിശ്വാസിയുടെ രോദനമാണ് ഈ വോയിസ് ക്ലിപ്പിലൂടെ നമ്മൾക്ക് കേൾക്കുവാൻ സാധിച്ചത്. തന്റെ വിശ്വാസപരമായിട്ടുള്ള, ആരാധനപരമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ ഒരു വൈദിക വേഷധാരി ആ വിശ്വാസിയോട് എന്താണ് പറഞ്ഞത് എന്ന് വിശ്വാസിയുടെ വാക്കുകൾ വഴി നമ്മൾ കേട്ടു. വൈദികൻ
ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, അർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ ചൊല്ലുന്നില്ല എന്ന് തന്നെയല്ല, ശുശ്രൂഷ ചെല്ലേണ്ട പ്രാർത്ഥന പോലും ചെല്ലണ്ട എന്ന് കർശന നിർദ്ദേശം നൽകുന്ന വൈദിക തൊഴിലാളികളായി മാറിയിരിക്കുകയാ, അല്ലെങ്കിൽ അഭിനവ അമീന്മാരായി മാറിയിരിക്കുകയാണ് എറണാകുളത്തെ ലോക തൊഴിലാളികൾ. ഇവിടെ പേരെടുത്ത് പറയുന്നത് സണ്ണി കളപ്പുര എന്നാണ് ഈ ലോക തൊഴിലാളിയുടെ പേര്. ഈ വിശ്വാസി പറയുന്നത് ഇങ്ങനെയുള്ളവർ സഭയിൽ വൈദിക വൃത്തിയിലിരുന്നാൽ സഭ എവിടെ ചെന്ന് ചാടും, എവിടെ ചെന്ന് തീരുമെന്ന് സീറോ മലബാർ സിനഡാണ് ചിന്തിക്കേണ്ടത്. സീറോ മലബാർ സിനഡ് തന്നെ നിശ്ചയിച്ച, മാർപ്പാപ്പ കൽപ്പിച്ചരുളിയ, മാർപ്പാപ്പ വിശ്വാസികളോട്, വൈദികരോട്, സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ട ഏകീകൃത ബലിയർപ്പണം പോലും വളച്ചൊടിച്ച് സാത്താൻ ബലിയർപ്പണമാക്കുകയാണ് ഈ സണ്ണി കളപ്പുര എന്ന വ്യക്തി ചെയ്യുന്നത് എന്ന് വേണം കരുതുവാൻ. സാത്താൻ ബലിയർപ്പണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സാത്താനിക് മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പരിശുദ്ധ കുർബാനയുടെ വികലമായ അനുകരണമാണ്, കുർബാനയെ അവഹേളിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ നേരെയുള്ള ഭാഗത്തെ, കൃത്യമായിട്ടുള്ള നിയമാനുസൃതമായ ബലിയർപ്പണത്തെ അതിന് വിപരീതമായി ചെയ്യുന്നതൊക്കെയും സാത്താൻ ബലിയർപ്പണമാകും. അപ്പോൾ ഏകീകൃത ബലിയർപ്പണത്തെ വെട്ടിച്ചുരുക്കി അതിന്റെ റൂബ്രിക്സ് ഇല്ലാതെ, അതിന്റെ പ്രാർത്ഥനകൾ മുഴുവനില്ലാതെ അതിനെ കോമാളിത്തരങ്ങളാക്കി മാറ്റുമ്പോൾ അതൊരു സാത്താൻ ബലിയർപ്പണമാ, അത് പരിശുദ്ധ ബലിയർപ്പണമല്ല, അത് ദൈവം സ്വീകരിക്കുന്ന ബലിയർപ്പണമല്ല എന്ന് ഈ വിമത കോമരങ്ങൾക്ക് എന്ന് മനസ്സിലാകും എന്ന് ഈ സഭാ നേതൃത്വത്തിന്, ഈ തട്ടിലിന്, ഈ പാമ്പ്ലാനിക്ക് എന്ന് മനസ്സിലാകും എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത്. നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ശുശ്രൂഷയോട് പോലും അദ്ദേഹം ചൊല്ലി തീർക്കേണ്ട, അല്ലെങ്കിൽ ചൊല്ലി അർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ ചൊല്ലണ്ട എന്ന് ഈ വൈദിക തൊഴിലാളി പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട ഡിക്രിയിൽ എടുത്തു പറയുന്ന കാര്യം, ആരാധനക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വൈദികന് പോലും അധികാരത്താൽ ആരാധനാക്രമത്തിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്നതല്ല എന്ന് ആരാധനാക്രമത്തിന്റെ ഡിക്രിയിൽ 22-ാം ഭാഗത്ത് പറയുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ പൊക്കിപ്പിടിച്ച് നടക്കുമ്പോൾ അവിടെ ആരാധനക്രമത്തെ പറ്റി പറയുന്ന ഭാഗങ്ങളിൽ കൃത്യമായി വിവരണമുള്ളപ്പോൾ വൈദികർക്ക് പ്രാർത്ഥനകളിൽ അത് സിനഡോ അല്ലെങ്കിൽ മാർപ്പാപ്പയോ അംഗീകരിച്ചു കൊടുക്കാത്തിടത്തോളം കാലം ആരാധനക്രമത്തിന്റെ പ്രാർത്ഥനകളിലോ റൂബ്രിക്സിലോ ഒരു മാറ്റവും വരുത്തുവാൻ വൈദികർക്ക് അവകാശമില്ലെന്നിരിക്കെ ഏകീകൃത കുർബാനയുടെ പ്രാർത്ഥനകളും ശുശ്രൂഷ ചെല്ലേണ്ട പ്രാർത്ഥനകൾ പോലും വെട്ടിച്ചുരുക്കി ചെയ്യാൻ മനസ്സില്ല എന്ന് ഒരു ലോകത്തൊഴിലാളി പറയുമ്പോൾ ഇങ്ങനെയുള്ളവരെ സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലുകയല്ലേ ചെയ്യേണ്ടതെന്ന് എറണാകുളത്തെ രൂപത നേതൃത്വം ചിന്തിക്കണം, സിനഡ് മെത്രാന്മാർ ചിന്തിക്കണം. ഏതായാലും ഈ സണ്ണി കളപ്പുരയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന വീഡിയോ ഭാഗം കൂടി നമ്മൾക്കൊന്ന് കേൾക്കാം. എന്താണ് ഈ വിദ്വാൻ ഈ വിശ്വാസിയോട് പറഞ്ഞത് എന്ന് നമ്മൾ കേൾക്കാം. ചേട്ടാ, ഇത് ഈ തമ്പി ചേട്ടനോട് ഇത് പറഞ്ഞപ്പോൾ പുള്ളി ചെല്ലാത്ത എന്താന്ന് വെച്ചപ്പോൾ അച്ഛൻ ചെല്ലണ്ടെന്ന് പറഞ്ഞതാണ്. ഇത് അതായത് ഈ പ്രാർത്ഥന അതെങ്ങനെയാന്നേ, അത് എല്ലാ പള്ളിയിലും 34 രൂപതനും ചെല്ലണ ഞങ്ങളെ അവകാശല്ലേ, അവകാശല്ലേ, അങ്ങനെയല്ല. ഞങ്ങൾക്ക് അതെന്താ പറയണേ, അതായത് ഞങ്ങൾക്ക് അല്ല മക്കൾ അല്ല വണ്ടിയെന്ന് പറഞ്ഞോ, അതായത് വിശ്വാസികൾക്ക് കിട്ടേണ്ട അധികാരം കിട്ടണ്ടേ, അല്ല അവകാശം കിട്ടണ്ടേ, അവകാശം കിട്ടണ്ടേ, അവകാശം കിട്ടണ്ടേ, അവകാശം കിട്ടണ്ടേ, അവകാശം കിട്ടണ്ടേ ഞങ്ങൾക്ക് വേണ്ടേ. ഏതായാലും ഈ ലോകത്തൊഴിലാളി പറഞ്ഞത് നമ്മൾ കേട്ടു. എനിക്കിപ്പോ മനസ്സില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് ചെല്ലത്തില്ല, വേണേ മനസ്സുണ്ടേൽ വന്നാ മതി എന്ന ഈ ലോകത്തൊഴിലാളി വിശ്വാസിയോട് പറയുന്നത്. അപ്പോൾ മനസ്സുണ്ടേ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഈ ലോകത്തൊഴിലാളി അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തായിട്ട് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഈ പരിശുദ്ധ ബലിയർപ്പണമോ ആരാധനക്രമമോ കൂദാശകളോ എന്ന് ചിന്തിക്കേണ്ടി വരും. ഇതൊക്കെ കണ്ണുമടച്ച് കണ്ടില്ല എന്ന് നടിക്കുന്ന രൂപതാ നേതൃത്വവും സിനഡ് പിതാക്കന്മാരും ചിന്തിക്കണം. നിങ്ങൾ സീറോ മലബാർ സഭയുടെ ശവക്കുഴി തോണ്ടിക്കഴിഞ്ഞു. ഇവിടെ സീറോ മലബാർ സഭയുടെ
അധപ്പതനം അല്ലെങ്കിൽ അതിന്റെ അവസാനത്തിനുള്ള, അതിന്റെ നാശത്തിനുള്ള കുഴിയാണ് നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സിനഡ് പിതാക്കന്മാരെങ്കിലും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇത്തരം രാഷ്ട്രീയ സ്വഭാവമുള്ള കർത്താവിന്റെ ബലിക്ക് പോലും വില പറയുന്ന ലോഹത്തൊഴിലാളികളെ സഭയിൽ നിന്ന് പടിയടിച്ചു പിണ്ടം വെച്ച് സീറോ മലബാർ സഭയെ രക്ഷിക്കുവാൻ ഇനിയും കർത്താവ് വീണ്ടും ജനിക്കേണ്ടി വരുമോ എന്നാണ് വിശ്വാസികൾ ചിന്തിക്കുന്നത്. ഇതിനെതിരെയുള്ള നടപടികൾ എടുക്കുവാൻ സീറോ മലബാർ സഭയുടെ സിനഡിന് സാധിക്കട്ടെ, വത്തിക്കാന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.